ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്ലഡ് ഡൊണേഷനെ കുറിച്ചാണ്. അതിൽ എല്ലാവർക്കും പല തരത്തിലുള്ള സംശയങ്ങൾ കാണും. അപ്പം ബ്ലഡ് ഡൊണേഷന്റെ സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം, ഡൊണേഷനായിട്ട് വരുമ്പം എങ്ങനെ പ്രിപ്പയർ ചെയ്ത് വരണം, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അടുത്ത ഡൗട്ടുകൾ, ബ്ലഡ് ഡൊണേഷൻ വരുമ്പം കുറേ ഡൗട്ടുകൾ കാണും. നമ്മൾ ആഹാരം കഴിച്ചിട്ടാണോ വേണ്ടത്, കഴിക്കാതാണോ വേണ്ടതെന്നൊക്കെ. അപ്പം നമ്മൾ ബ്ലഡ് ഡൊണേഷന് വരുമ്പോൾ 4 മണിക്കൂർ മുമ്പെങ്കിലും ആഹാരം കഴിച്ചിട്ട് വേണം എപ്പോഴും വരാൻ. ഫാസ്റ്റിങ്ങിൽ ഒരിക്കലും ബ്ലഡ് ഡൊണേഷന് വരരുത്. പിന്നെ തലേ ദിവസം നന്നായിട്ട് ഉറങ്ങുക വേണം. അപ്പം നമ്മൾ ബ്ലഡ് ഡൊണേഷനായിട്ട് ഇന്ത്യൻ നിയമപ്രകാരം നമ്മൾ 18 തൊട്ട് 65 വയസ്സ് വരെ ഉള്ളവരിൽ നിന്നാണ് നമ്മൾ ബ്ലഡ് സ്വീകരിക്കാറ്. അതിൽ തന്നെ 45 കിലോയ്ക്ക് മുകളിൽ വെയിറ്റ് വേണം. 45 കിലോ ഉള്ള ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ ഒരു ആവറേജ് ഒരു 350 മില്ലിലിറ്റർ ബ്ലഡ് വരാൻ എടുക്കാറുള്ളൂ. അത് വെയിറ്റ് അനുസരിച്ച് ഇപ്പം 45 മുകളിൽ ഒരു 50-55 ഉണ്ടെങ്കിൽ നമ്മൾ അപ് ടു 450 മില്ലിലിറ്റർ വരെ എടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ അതിന്റെ കണക്ക് എന്താന്ന് വെച്ചാൽ, ഒരു നമ്മുടെ ശരീരത്ത് നോർമലായിട്ട് ബ്ലഡിന്റെ അളവെന്ന് വെച്ചാൽ 5 ലിറ്റർ ആണ്. ആദ്യം നമ്മൾ വെറും ഒരു ബ്ലഡ് ഡൊണേഷന്റെ സമയത്ത് 8 തൊട്ട് 10% മാത്രമേ എടുക്കുന്നുള്ളൂ. അതാണ് ഈ 350-ന്റെ 450 മില്ലിലിറ്റർ ബ്ലഡ് നമ്മൾ പറയുന്നത്. അപ്പം ബ്ലഡ് സ്വീകരിക്കുന്നവരുടെ കയ്യിൽ നിന്ന് അവരുടെ ഹീമോഗ്ലോബിൻ 12.5 എങ്കിലും വേണം അവരുടെ ബ്ലഡ് സ്വീകരിക്കാൻ. അപ്പം ഒരു ആവറേജ് ഒരു മെയിൽ ഡോണറിന്റെ നമ്മൾ ഒരു ഡോണർ ഓരോ 3 മാസം നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതാണ്. ഫീമെയിൽസിന് അത് 4 മാസമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതേപോലെ നമ്മൾ കുറെ റിസ്ക് കാറ്റഗറിയിലുള്ളവരുടെ നമ്മൾ അധികം ബ്ലഡ് സ്വീകരിക്കാറില്ല. ഫോർ എക്സാമ്പിൾ ഈ IV ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരുടെ നിന്നും, പിന്നെ അങ്ങനെ റിസ്ക് ബിഹേവിയർ ഉള്ളവരുടെ നമ്മൾ ബ്ലഡ് അക്സെപ്റ്റ് ചെയ്യാറില്ല. പിന്നെ പ്രഗ്നൻസി ടൈമിൽ ആ ടൈം കഴിയുന്നവരെ നമ്മൾ എടുക്കാറില്ല ബ്ലഡ്. പിന്നെ ലാക്ടേറ്റിംഗ്, ബ്രസ്റ്റ് ഫീഡിങ് വിമന്റെ നമ്മൾ ബ്ലഡ് ആ ടൈം വെച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്വീകരിക്കാറുള്ളൂ. എന്നത് ആരുടെയൊക്കെ കയ്യിൽ നമ്മൾ ബ്ലഡ് ഡൊണേഷന് വേണ്ടി സ്വീകരിക്കാറില്ല എന്നാണ്. അതിൽ HIV, എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ്, മഞ്ഞപ്പിത്തത്തിന്റെ അസുഖം ബാധിച്ചവർക്ക്, പിന്നെ പെർമനന്റ് ഹാർട്ടിന് പ്രശ്നമുള്ളവര്, കിഡ്നിക്ക് പ്രശ്നമുള്ളവര്, പിന്നെ തൈറോയിഡ് ഫെയിലർ ആയിട്ടുള്ളവര്, ഇങ്ങനെയുള്ള കുറച്ച് കാറ്റഗറി, പിന്നെ സ്ട്രോക്ക് വന്നിട്ടുള്ളവര്, ഇതിനൊക്കെ മരുന്നെടുക്കുന്നവരും, പിന്നെ അപസ്മാരത്തിന് മരുന്നെടുക്കുന്നവരും, ഇവരുടെ നമ്മൾ ബ്ലഡ് സ്വീകരിക്കാറില്ല ഡൊണേഷനായിട്ട്. എടുത്തിപ്പോൾ പേവിഷ ബാധയ്ക്ക് വാക്സിൻ എടുത്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ പേവിഷ ഒരു അങ്ങനെ സ്ട്രേ ഡോഗ്സുമായിട്ട് കോണ്ടാക്ട് ഉള്ളത്, നമ്മൾ അവരുടെ നിന്നൊക്കെ 1 വർഷം കഴിഞ്ഞിട്ടാണ് ബ്ലഡ് ഡൊണേഷന് അവരെ സ്വീകരിക്കാറുള്ളത്. പിന്നെ ചില വാക്സിനുകൾ എടുത്തിട്ടുള്ളവർ, അതിൽ ലൈവ് അല്ലാത്ത വാക്സിൻ ആണെങ്കിൽ നമ്മൾ 14 ദിവസം കഴിഞ്ഞ് അവർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റാവുന്നതാണ്. ലൈവ് വാക്സിൻ ആണെങ്കിൽ നമ്മൾ 28 ദിവസം കഴിഞ്ഞിട്ടാണ് ഇന്ത്യൻ ഗൈഡ് ലൈൻസ് പ്രകാരം അത് ബ്ലഡ് ഡൊണേഷനായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇനി ഏതൊക്കെ അസുഖം ബാധിച്ചവര് രക്തദാനം എത്ര നാളത്തേക്ക് വരെ നമ്മൾ നിർത്തിവെക്കുന്നത്, അതിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ചിക്കൻ ബോക്സ് ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് ഫുള്ളായിട്ട് മാറിയതിനു ശേഷം 2 ആഴ്ച കഴിഞ്ഞ് നമ്മൾ രക്തം കൊടുക്കാൻ പറ്റാവുന്നതാണ്. അതേപോലെ ക്ഷയരോഗത്തിന് മരുന്നെടുത്തത് ഫുള്ള് മാറിയെന്ന് ഉറപ്പ് വരുത്തിയ കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞാണെങ്കിൽ മാത്രമേ നമുക്ക് രക്തദാനം ചെയ്യാൻ പറ്റൂ. അതേപോലെ കുഷ്ഠരോഗമുള്ളവർ അവരെ നമ്മൾ ബ്ലഡ് ദാനത്തിനായിട്ട് സ്വീകരിക്കുന്നതല്ല. അതേപോലെ മലേറിയ ആണെങ്കിൽ ഫുള്ളി മരുന്ന് മൊത്തം എടുത്ത് 3 മാസം ഫുള്ള് ഭേദമായെന്ന് ഉറപ്പ് വരുത്തിയിട്ട് 3 മാസം കഴിഞ്ഞ് നമ്മൾ സ്വീകരിക്കുന്നതാണ്.